ഹായ്, നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കള്ളിക്കാട് ദീപ തിയേറ്ററിലാണ്. ഇവിടെ മൈലക്കര നമ്മുടെ യുവതാര സംസ്കാര സമിതിയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഒരു ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മൾ ഇന്നലെ രാത്രി മുതലേ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വനിതാ സമിതിയുടെ ആൾക്കാരും യുവതാര മൊത്തം മുഴുവൻ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയെ കണ്ടില്ല, ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കയറി നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇവിടെ നമ്മളെ ബിരിയാണിയുടെ ഏകദേശം ഫൈനൽ വർക്കൊക്കെ ആയി കഴിഞ്ഞു. ഇത് നമ്മളെ അജ്മൽ കാറ്ററിംഗ് സെൻ്ററിലെ നമ്മളെ നസീർ അണ്ണൻ്റെ ടീം അംഗങ്ങളാണ്. ഇവരെയൊക്കെ പരമാവധി സഹായം നമുക്ക് ഈ ബിരിയാണി ചലഞ്ചിന് ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. നമ്മളെ പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സലാഡ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ചാറ് പിക്കിളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അന്തിമ ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ചെറിയ ചെറിയ യാത്രകളും മൊബൈൽ നോക്കിയും പല പല വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുവന്നവർ ഈ ഒരു കൂട്ടായ്മയോടുകൂടി വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഈ പ്രവർത്തനത്തിൽ നമുക്ക് ഏർപ്പെട്ടത്. യുവതാര സമിതിയും വനിതാ സമിതിയും അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ പാക്കേജ് ശിക്ഷ ചെയ്തത്. ബിരിയാണി കൃത്യം 12:30 മുമ്പ് എല്ലാ വീടുകളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 8 സ്ക്വാഡുകൾ രൂപീകരിച്ച് ഈ 8 ഭാഗത്തായിട്ട് നമ്മൾ ഈ പാക്കിംഗ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞങ്ങളിതാ പാക്കിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങളിതാ ഓരോ സ്ക്വാഡുകളും ബിരിയാണിയുമായി അതാത് മേഖലകളിൽ പോയി വിതരണത്തിനായിട്ട് പോവുകയാണ്. ഞങ്ങളിതാ ബിരിയാണിയുമായിട്ട് വീടുകളിലൊക്കെ പോവുകയാണ്. പോകുമ്പോൾ തന്നെ ഓരോരുത്തരും ബിരിയാണി ഏറ്റുവാങ്ങുമ്പോഴും ഈ ഒരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ സന്തോഷം കൂടെ കാണുമ്പോൾ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമ്മുടെ മനസ്സ് നിറയും. സത്യമാണ്. ഇതിപ്പോൾ നമ്മളെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ചലഞ്ചിനുള്ള സ്ഥലം ഒരുക്കി തന്ന ഇവിടം പഴയതിനേക്കാൾ ഭംഗിയാക്കി വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് പാത്രങ്ങളൊക്കെ കഴുകി പഴയതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയാക്കി ഈ സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ ബിരിയാണി വീടുകളിലൊക്കെ എത്തിച്ച ശേഷം എല്ലാവരും ഇവിടെ എത്തി അതിൻ്റെ ഭാഗമാക്കാവുകയും ഇതാണ് ഏറ്റവും അവസാനത്തെ ഒരു പ്രധാന കടമ്പ. ഇന്നൊരു നല്ല ദിവസമായിരുന്നു. കാര്യം നമ്മളെ നാടാകെ നമ്മോടൊപ്പം നിന്ന ദിവസമാണ്. വലിയൊരു പാലിയേറ്റീവ് പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചപ്പോൾ ഈ നാട് നമ്മളെ കൈനീട്ടി സ്വീകരിച്ചു. നമ്മുടെ കൂട്ടായ്മ ഭംഗിയായി വർക്കൗട്ടായി വലിയൊരു പാലിയേറ്റീവ് പ്രവർത്തനത്തിന് നമുക്ക് മുൻകൈയെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ്. ഈ ഒരു പ്രവർത്തനത്തിന് നമ്മളെ സഹായിച്ച നമ്മളെ നാട്ടുകാർക്ക്, സ്പോൺസർമാർക്ക്, നമ്മളെ ഈ കൂട്ടായ്മയിലെ എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും അടങ്ങിയൊരു വലിയൊരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയിലെ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ യുഗത്തിൽ ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഈ കൂട്ടായ്മ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് നാടിലെ ഒരുപാട് വലിയ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സജീവമായി ഇടപെടുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു നല്ലൊരു ദിവസം ഇങ്ങനെ നടത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ വിജയത്തിന് നിങ്ങളുടെ നാട്ടിലും ഇതൊരു മാതൃകയാവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റും നമ്മുടെ നേട്ടവും.
അപ്പോൾ ഇതിനെ സഹകരിച്ച എല്ലാവരോടും നമ്മൾ ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുപോലുള്ള ഒരുപാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായി ഇനിയും ഞങ്ങൾ വരും, ഞങ്ങളുടെ കൂട്ടായ്മ വരും. എല്ലാത്തിനും നന്ദി, നമസ്കാരം.